മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവജനത്തിന് മുമ്പാകെ ദൈവജനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഒരു സാവകാശം കൂടി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ളതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ളതാണ്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജട മാംസതൈലം ഒരു റാത്തിലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുക്കനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കറിയാത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടില്ല. അവൻ കള്ളൻ ആകൊണ്ട് പണസഞ്ചി അവൻ്റെ പക്കൽ ആകയാൽ അത് എടുത്തു വന്നതുകൊണ്ടും അത്രയെന്ന് പറഞ്ഞു. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. വളരെയധികം പ്രാവശ്യം നാം വായിച്ചിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതൊക്കെയായ ഒരു വേദഭാഗവും ഒരു സംഭവവുമാണ് ഈ 12-ാം അധ്യായത്തിൽ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പെസഹയ്ക്ക് 6 ദിവസം മുൻപ്, അഥവാ തൻ്റെ ക്രൂശീകരണത്തിനും തൻ്റെ അടക്കപ്പെടലിനും 6 ദിവസങ്ങൾക്ക് മുൻപ് താൻ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതായിരുന്ന ലാസർ പാർത്തതായിരുന്ന ബെഥാന്യയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാന്യ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യ, ആ പട്ടണം ഒരു കുടുംബത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ ബെഥാന്യ എന്നുള്ളത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. പലപ്പോഴും യെരുശലേമിലേക്ക് സാധാരണയായി കർത്താവ് പെരുന്നാളുകൾക്ക് കടന്നു വരുമ്പോൾ താൻ തങ്ങാറുള്ളതായിരുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ ബെഥാന്യ എന്നുള്ളത്. ആ നിലയിൽ കർത്താവിന് വളരെ പരിചിതമായിരിക്കുന്ന ഒരു സ്ഥലമാണ് ബെഥാന്യ എന്നുള്ളത്. യെരുശലേമിൽ നിന്ന് ഏതാണ്ട് 2 നാഴിക മാത്രം വിദൂരതയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഈ ബെഥാന്യ എന്നുള്ളത്. ആ ഗ്രാമത്തെ കുറിച്ച് കർത്താവ് 2 അധ്യായങ്ങളിലും പറയുന്നത് ഇവിടെ നാം വായിച്ച അധ്യായത്തിൽ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാന്യ, 11-ാം അധ്യായത്തിൽ മാർത്തയുടെയും മറിയയുടെയും അവളുടെ സഹോദരി മറിയയുടെയും ഗ്രാമമായിരിക്കുന്ന ബെഥാന്യ എന്ന. പ്രത്യേകിച്ച് ഇത് അവരുടെ പേരിൽ ഈ നിലയിൽ അറിയപ്പെടുവാനായിട്ട് യാതൊരു വിധമായ കാരണങ്ങളുമില്ല. കർത്താവ് അവരവിടെ പാർക്കുന്നത് മുഖാന്തരം, ആ ഒരു കുടുംബം ബെഥാന്യയിൽ പാർക്കുന്നത് കൊണ്ട് മാത്രം കർത്താവ് ആ നിലയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 44-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇതുപോലെ മറ്റൊരു പട്ടണത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. 1-ാം അധ്യായം 44-ാമത്തെ വാക്യം. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവൻ. അവിടെയും നമുക്ക് ഇതുപോലെ കാണുവാനായിട്ട് സാധിക്കുന്നു. അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായിരിക്കുന്ന ബെത്സയിദ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതിൽ പറയുവാനായിട്ടുണ്ടായ കാരണം എന്നുള്ളത് കേവലം അവരെന്തെങ്കിലും അതിനുവേണ്ടി ചെയ്തതോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രവർത്തികൾ കൊണ്ടോ ഒന്നുമല്ല. ആ പ്രിയപ്പെട്ടവർ ആ ഗ്രാമങ്ങളിൽ ആ പട്ടണത്തിൽ പാർക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ആ നിലയിൽ വിവരിച്ചു, അല്ലെങ്കിൽ ആ നിലയിൽ അതിനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നാം വായിച്ചതായിരുന്ന വേദഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മാർത്തയുടെയും മറിയയുടെയും
ലാസറിന്റെയും ഗ്രാമമായിരുന്ന ബെഥാന്യയിലേക്ക് കർത്താവ് പെസഹായ്ക്ക് 6 ദിവസങ്ങൾക്ക് മുൻപ്, അഥവാ താൻ ക്രൂശീകരിക്കപ്പെടുവാനായിട്ട് പോകുന്നതിന്, താൻ അടക്കപ്പെടുവാനായിട്ട് പോകുന്നതിന് 6 ദിവസങ്ങൾക്ക് മുൻപ് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കടന്നു വരുന്നതിന്റെ ഉദ്ദേശവും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്താ? അവിടെ അവനൊരു അത്താഴം ഒരുക്കിയിരുന്നു. അവിടെ അവന് ഒരു അത്താഴം അഥവാ ഒരു വിരുന്ന് ഒരുക്കിയിരുന്നു. ആ ഒരു വിരുന്നിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു അത്താഴത്തിലേക്കാണ് കർത്താവ് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ നിലയിൽ ഇവർക്ക് ഒരു അത്താഴം ഒരുക്കുവാനായിട്ടുണ്ടായ ഒരു കാരണം കൂടെയുണ്ട്. തീർച്ചയായിട്ടും നാം മനസ്സിലാക്കുന്നത് ആ കാരണം എന്നുള്ളത് എന്താ? ലാസർ, അവരുടെ സഹോദരൻ ലാസറിനെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ ഒരു സെലിബ്രേഷൻ എന്ന വണ്ണമായിരിക്കണം ഈ നിലയിൽ കർത്താവ് അവരോടുകൂടെ വിരുന്ന് കഴിക്കുവാനായിട്ട്, അവരോടുകൂടെ ഭക്ഷണം കഴിക്കുവാനായിട്ട് ആ ഗ്രാമത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കുടുംബം ഒരു മോഡലാ. യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്തീയ ശിഷ്യത്വത്തിന് ഒരു മോഡലായിരിക്കുന്ന ഒരു മാതൃകാ കുടുംബമായിട്ട് ഈ മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും കുടുംബത്തെ നമുക്കിന്ന് രാത്രി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ഒരു ശിഷ്യനോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഒരു ദൈവവൈതലിനോടുള്ള ബന്ധത്തിൽ, ഒരു ക്രിസ്തീയ കുടുംബത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അനേക കാര്യങ്ങൾ അവരിൽ നിന്ന് അബ്സോർബ് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ അവരിൽ നിന്ന് സ്വീകരിക്കുവാനായിട്ട്, ഇവരിൽ നിന്ന് പഠിക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലാത്ത വസ്തുതയാണ്. ഈ നാം വായിച്ചതാർന്ന ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ചില കഥാപാത്രങ്ങളിൽ നിന്ന് ആ കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിലൂടെ അവർ കർത്താവിന് വേണ്ടി ചെയ്തതായിരിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിനെ ബഹുമാനിച്ചതായിരിക്കുന്ന, അവർക്ക് നൽകിയത് എന്താണോ ആ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർ കർത്താവിനെ ഏത് നിലയിൽ പ്രയോജനപ്പെട്ടു എന്നുള്ളതായിരുന്ന ചില വസ്തുതകൾ വളരെ ലളിതമായ രീതിയിൽ ദൈവജനത്തോട് ഓർമ്മിപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്കറിയാം ഇവിടുത്തെ കഥാപാത്രങ്ങളെ. 1 മാർത്ത, 2 അവരുടെ സഹോദരിയായിരിക്കുന്ന മറിയ, 3 അവരുടെ സഹോദരൻ ലാസർ. 4ാമതായിട്ടൊരു വ്യക്തിയെ കൂടെ നാം കാണുന്നുണ്ട് താഴെ. ആരാ? ഇസ്കാരിയോത്ത് യൂദ. കർത്താവ് യേശു ക്രിസ്തു ഓൾറെഡി ഉണ്ട് അവിടെ. ഇസ്കാരിയോത്ത് യൂദയും കൂടെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, യേശു മരിച്ചവരെന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാന്യയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് വന്നു. അവിടെ അവന് ഒരു അത്താഴം ഒരുക്കി. അടുത്ത വാക്ക്, മാർത്ത ശുശ്രൂഷ ചെയ്തു. മാർത്ത ശുശ്രൂഷ ചെയ്തു. 1-ാമത്തെ കഥാപാത്രം ആ വീട്ടിലെ മൂത്ത സഹോദരി എന്ന് ഞാൻ വിശ്വസിക്കുക മാർത്തയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം കൂടെ നാം മനസ്സിലാക്കുവാനായിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് ഒരിക്കലും ലാസറിന്റെ ഭവനത്തിൽ അല്ല എന്നുള്ളതായിരുന്ന കാര്യം കൂടെ നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരണം. കർത്താവായ യേശു ക്രിസ്തു ബെഥാന്യയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. നാം ഈ ഭാഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് ഒരു പക്ഷേ നടക്കുന്നത് കുഷ്ഠരോഗിയായിരിക്കുന്ന ശീമോന്റെ ഭവനത്തിൽ ആയിരിക്കണം എന്നാണ് വേദപണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആ നിലയിലാണ് അവർ അതിനെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കലും ലാസറിന്റെ ഭവനത്തിലല്ല, മാർത്തയുടെയും മറിയുടെയും ഭവനത്തിലല്ല, ബെഥാന്യയിലെ ഒരു സ്ഥലത്ത് ഈ അത്താഴം ഇവര് കർത്താവിന് വേണ്ടി ഒരുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് അനുമാനിക്കപ്പെടുന്നത് ഒരു പക്ഷേ ലെപ്പർ സൈമന്റെ ഭവനത്തിലായിരിക്കാം. പിന്നീടുള്ള ഒരു അനുമാനം എന്ന് പറയുന്നത് ഈ ശീമോന് ഒരു പക്ഷേ ഈ ലാസറിന്റെ കുടുംബവുമായിട്ട് ബന്ധമുള്ളതായിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം എന്നുകൂടെ വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നാലും ഈ ഒരു കുടുംബത്തിൽ എവിടെയാണ് ഇത് നടന്നതെങ്കിലും അവിടെ ഈ പ്രിയപ്പെട്ടവർ സന്നിഹിതരായിരുന്നു. അഥവാ ഈ ഒരു കുടുംബം, മാർത്തയും മറിയയും അവരുടെ സഹോദരനായിരുന്ന ലാസറും ആ ഫംഗ്ഷനിൽ അഥവാ ആ ഒരു വിരുന്നില് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അവിടെ മാർത്തയെ കുറിച്ച് പറയുകയാണ്, മാർത്ത ശുശ്രൂഷ ചെയ്തു. മാർത്ത ശുശ്രൂഷ ചെയ്തു. എന്ത് ശുശ്രൂഷയായിരിക്കും മാർത്ത ചെയ്തത്? എന്തായിരിക്കും മാർത്തയുടെ ശുശ്രൂഷയാ? എന്താ ഇവിടെ നടക്കുന്നത്? കർത്താവിന് അത്താഴം ഒരുക്കുകയാണ്. എന്തായിരിക്കും മാർത്തയുടെ ശുശ്രൂഷ? ആ അത്താഴം ഒരുക്കുന്ന
ശുശ്രൂഷയാണ്. കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്ന, കർത്താവിന് ഏറ്റവും വിശേഷതയേറിയായിരുന്ന ആ ഒരു ഡിഷ് തയ്യാറാക്കുന്ന ഉത്തരവാദിത്വത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു ശുശ്രൂഷയിലാണ് മാർത്ത ആയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അവൾക്ക് അന്ന് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ എന്നുള്ളത് ഇതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. കർത്താവ് അവരുടെ ഭവനത്തിലേക്ക് കടന്നു. ഇതിനു മുൻപും നിരവധി പ്രാവശ്യം കർത്താവ് അവരുടെ ഭവനത്തിൽ വന്നിട്ടുണ്ട്, അവരുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നാം മറന്നു പോകുവാനായിട്ട് ഇടയായിത്തീരരുത്. എന്നാൽ ഇപ്പോഴവർ കർത്താവിന് വേണ്ടി ഒരു അത്താഴം ഒരുക്കി കർത്താവിനെ അവിടെ ശുശ്രൂഷിക്കുകയാണ്, കർത്താവിനെ ശുശ്രൂഷ ചെയ്യുകയാണ്. ആ ഒരു വാക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. മാർത്ത ശുശ്രൂഷ ചെയ്തു. ആർക്ക് ശുശ്രൂഷ ചെയ്തു? കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ശുശ്രൂഷകളുണ്ട്. കർത്താവിനോടുള്ള ബന്ധത്തിൽ മാർത്തയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, കർത്താവിനെ സ്വീകരിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിൽ നിന്ന് ഒരു സ്ത്രീരത്നമായിട്ട് ഈ മാർത്തയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, കർത്താവിന് വേണ്ടി അവള് ആ വിരുന്ന് ഒരുക്കുന്നതായിരുന്ന ആ അതിഥി സൽക്കാരം എന്നുള്ളതായിരുന്ന ആ ശുശ്രൂഷ വളരെ നിറപടിയായിട്ട് ഭംഗിയായിട്ട് നിവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തിരുവഴുത്തിൽ അനേക സ്ഥലങ്ങളിൽ അനേകരെ കുറിച്ച് ഈ നിലയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നതായിരിക്കുന്ന, കർത്താവിന് വേണ്ടി പ്രയത്നിക്കുന്നതായിരിക്കുന്ന, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതായിരുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പൗലോസ് തൻ്റെ ലേഖനങ്ങൾ എഴുതുമ്പോൾ പല ഭാഗങ്ങളിലും പലരെ കുറിച്ച് കർത്താവിന് ശുശ്രൂഷ ചെയ്ത അനേകരെ എടുത്തു പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം വായിച്ചു. റോമാലേഖനം 16-ാം അധ്യായം 23-ാമത്തെ. എനിക്ക് സർവ്വസഭയ്ക്കും അതിസൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ആരെ കുറിച്ച് പറയുന്നത് അവിടെ? ഒരു ഗായോസ്. ആ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ ചിലരെ കുറിച്ച് കൂടി നമുക്ക് ആ നിലയിലുള്ള പ്രതിപാദ്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിഥി സൽക്കാരം, എനിക്കും ദൈവസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന. അവര് പ്രസംഗിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവര് ബൈബിൾ ക്ലാസ് എടുത്തു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ കർത്താവിനും ദൈവസഭയ്ക്കും, അല്ലെങ്കിൽ ദൈവദാസനും ദൈവസഭയ്ക്കും ശുശ്രൂഷ ചെയ്തു എന്നുള്ളതാണ് പരാമർശമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിച്ചേ. യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാം ലേഖനം 5-6 വാക്യങ്ങൾ. സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിനും, സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്ന. ആരെ കുറിച്ചാ? ഗായോസിനെ കുറിച്ച്. വീണ്ടും പൗലോസിന്റെ പരാമർശം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് ഈ നിലയിലുള്ള ശുശ്രൂഷകൾ തൻ്റെ ശിഷ്യരിൽ നിന്ന്, ദൈവ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. മാർത്ത ആ വലിയ ശുശ്രൂഷ കർത്താവിന് വേണ്ടി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കേവലം എന്തെങ്കിലും വലിയ പ്രസംഗങ്ങൾ നടത്തിയ ശുശ്രൂഷയെക്കുറിച്ച് അല്ല ഇവിടെ പറയുന്നത്. വലിയ ബൈബിൾ ക്ലാസ്സുകളോ കൺവെൻഷനുകളോ ഇതൊന്നും നടത്തിയതായിരുന്ന ഒരു ശുശ്രൂഷയെക്കുറിച്ച് അല്ല പറയുന്നത്. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന, കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ എന്താ ഇതിന് പറയുന്നത്, സെർവ് ചെയ്യുന്നതായിരുന്ന ഒരു ശുശ്രൂഷയെക്കുറിച്ച് ഇവിടെ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മാർത്തയുടെ ശുശ്രൂഷ, പ്രിയ ദൈവജനമേ, കർത്താവിന് വേണ്ടി ചെയ്യുവാനായിട്ട് നമുക്ക് ശുശ്രൂഷകളുണ്ട്. സ്റ്റേജുകളിലൊന്നും ചെയ്യുന്ന ശുശ്രൂഷകളല്ല കർത്താവ് ആദരിക്കുന്ന ശുശ്രൂഷകൾ. ഒരു കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെയുള്ളതായിരുന്ന പ്രിയപ്പെട്ടവരെ നിരവധി നമ്മുടെ മധ്യത്തിൽ കാണുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തികളാണ്. ഞാനുണ്ട്, പലരും ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നമ്മുടെ പിതാക്കന്മാർ, ആ നമ്മുടെ മാതാക്കളൊക്കെ പലരും ഇന്ന് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ അത് കാണാമായിരുന്നു. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നതായിരുന്ന പ്രിയപ്പെട്ടവരെ, അവർക്ക് വലിയ പാണ്ഡിത്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ മാർത്തയെ പോലെ അടുക്കളയുടെ പിന്നാമ്പുറങ്ങളിൽ ആരും കാണാൻ മറയത്ത് ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സഹോദരിമാരെ, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മാതാക്കളെ, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, ദൈവത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പിതാക്കന്മാരെ ഒരു കാലഘട്ടത്തിൽ കാണാമായിരുന്നു. ഇത് തൻ്റെ ശിഷ്യരിൽ നിന്ന് ദൈവം, കർത്താവ് ആഗ്രഹിക്കുന്ന വസ്തുതയാണ്. ഓരോ ശിഷ്യന്റെയും ഉത്തരവാദിത്വമാണ് ഇന്ന് ഇത് എന്നുള്ളത്. ഇന്ന് നമുക്കതിനൊന്നും
സാവകാശങ്ങളില്ല, നമുക്കതിനൊന്നും സമയങ്ങളില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാർത്ത കർത്താവിന് ശുശ്രൂഷ ചെയ്തു. ആരും കാണാത്തതായിരുന്ന ശുശ്രൂഷയാണെങ്കിലും കർത്താവ് ആ ശുശ്രൂഷയെ ആദരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ കർത്താവ് നേരിട്ട് ഇറങ്ങി വന്ന് തനിക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരം നമുക്കില്ല. എന്നാൽ മറ്റ് വിവിധ നിലകളിൽ കർത്താവിനെ സെർവ് ചെയ്യുവാനായിട്ട്, കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുവാനായിട്ട് നമുക്ക് അവസരങ്ങൾ ഉണ്ട് എന്നുള്ളത് നാം മറന്നു പോകുവാനായിട്ട്, നാം വിസ്മരിക്കുവാനായിട്ട് പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവ സഭകളിൽ കർത്താവിന് വേണ്ടി ഈ നിലയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എത്രയോ അവസരങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ഇതൊക്കെ നാം വിനിയോഗിക്കുന്നുണ്ടോ? അതോ നാം അതിനുവേണ്ടി കുറുക്കു വഴികളെ അന്വേഷിക്കുന്നവരാണോ? നാം അതിനുവേണ്ടി എളുപ്പ വഴികളെ അന്വേഷിക്കുന്നവരാണോ? കർത്താവിനെ ശുശ്രൂഷിക്കുന്ന തന്റെ ശിഷ്യഗണം എന്നുള്ളത് നമ്മിൽ നിന്നാണ്. ആ ശുശ്രൂഷ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മിൽ നിന്ന് ആ ശുശ്രൂഷ സ്വീകരിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുകയും കർത്താവ് അതിലാണ് പ്രസാദിക്കുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. കർത്താവിന് വിരുന്നൊരുക്കി കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു മാർത്തയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു നല്ല ബിഹേവിയർ, ഈ ഒരു നല്ല ശുശ്രൂഷ വരും ദിവസങ്ങളിൽ കർത്താവിനെ ശിഷ്യഗണം എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാനായിട്ട്, നമ്മുടെ ജീവിതങ്ങളിലൂടെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരണം. രണ്ടാമത് നാം കാണുന്ന വ്യക്തി എന്നുള്ളതാരാ? മറിയയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാം വാക്യം, ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. എന്തായിരുന്നു ലാസറിന്റെ ശുശ്രൂഷ? പലപ്പോഴും നാമൊക്കെ ചിന്തിക്കും, ലാസർ ഒരു മടിയനായിരുന്നു. മാർത്ത ഇവിടെ കടന്നിട്ട് എന്ത് ചെയ്യുക? അധ്വാനിക്കുകയാണ്. ലാസർ എന്ത് ചെയ്യുക? ഇവിടെ വന്ന് കർത്താവിനോട് കൂടെ പന്തിയിലിരിക്കുക, ശാന്തനായിട്ട് കർത്താവിനോടുകൂടെ പന്തിയിലിരിക്കുക. കർത്താവ് മാത്രമല്ല, തൻ്റെ ശിഷ്യഗണം കൂടെയുണ്ട് കേട്ടോ. അവരോടുകൂടെ പന്തിയിലിരിക്കുന്ന ഒരു ലാസറിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ലാസർ ഒരു മടിയനായതുകൊണ്ടല്ല ആ പന്തിയിൽ വന്നിരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എന്തായിരുന്നു അവന്റെ ശുശ്രൂഷ? അവൻ കർത്താവിനോടുള്ള കൂടെ അവന് ആ ജീവിതം ആസ്വദിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവിൽ നിന്ന് കേൾക്കുവാൻ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ, കർത്താവിൽ നിന്ന് ചിലത് പഠിക്കുവാൻ, കർത്താവിനോട് ചിലത് പറയുവാൻ ഉള്ളതായിരുന്ന ആ വെമ്പലോട് കൂടിയാണ് ആര് കർത്താവിന്റെ പന്തിയിലിരുന്നത്? ഈ ലാസർ കർത്താവിന്റെ കൂടെ ആ പന്തിയിൽ ഇരിക്കുവാനായിട്ടിടയായി തീർന്നത്. കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ലാസർ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ, കർത്താവിൽ നിന്ന് ചിലത് കേൾക്കുവാൻ, കർത്താവിനോട് ചിലത് പറയുവാൻ ഉള്ള അവന്റെ ആഗ്രഹം അവനെ ആ പന്തിയിൽ കൊണ്ടിരുത്തുവാനായിട്ട് ഇടയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലൂടെയാണ് കർത്താവിനെ ബഹുമാനിക്കുവാൻ, കർത്താവിനെ ആദരിക്കുവാനായിട്ട് ആ ലാസറിന് ഇടയായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. മാർത്ത മറ്റൊരു നിലയിൽ അവൾക്ക് ലഭിച്ചതായിരുന്ന താലന്ത് ഉപയോഗിച്ചുകൊണ്ട്, അവൾക്ക് ലഭിച്ചതായിരുന്ന കാഴ്ചപ്പാട് ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഇവിടെ ലാസർ ആ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട്, കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുവാനായിട്ട് വാഞ്ചയോടുകൂടെ കർത്താവിൽ നിന്ന് കേൾക്കുകയാണ്, കർത്താവിനോട് പറയുകയാണ്. കർത്താവിനോട് കൂടെയുള്ള ആ ഒരു കൂട്ടായ്മ അവൻ അവിടെ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ ദൈവജനമേ, ഈ ലാസറിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ, കർത്താവിനോടുള്ള ആ കൂട്ടായ്മയിൽ സദാസമയമായിരിക്കുവാനായിട്ടുള്ള ആ ഒരു വാഞ്ച ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ, ഒരു ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവത്തിന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കുവാനായിട്ട് സാധിക്കും. ദൈവവചനം വായിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തോട് പറയുവാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ട് അവിടെ സാധിക്കും. നാം ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ, ആ ദൈവിക കൂട്ടായ്മയിലായിരിക്കുമ്പോൾ, ദൈവം തന്റെ വചനത്തിലൂടെ തനിക്ക് നമ്മോട് പറയുവാനായിട്ടുള്ള കാര്യങ്ങളെ ദൈവം നമ്മെ അറിയിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആ ഒരു ദൈവിക കൂട്ടായ്മയിൽ വസിക്കുവാൻ ഉള്ള ആ ഒരു വാഞ്ച, ആ ഒരു ആഗ്രഹം, ആ ഒരു അനുഭവം ഓരോ ക്രിസ്തു ശിഷ്യന്റെയും ഓരോ ദൈവവൈദ്യന്റെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നതായിരുന്ന വസ്തുതയാണ്. മൂന്നാമത്തെ വ്യക്തി
അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. എന്താ മറിയ ചെയ്തത്? രണ്ടുപേര് അവിടെ കർത്താവിന് ഓരോരോ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തിത അടുത്ത കഥാപാത്രം കർത്താവിന് ഏറ്റവും അടുത്ത ഒരു കുടുംബമാണ് നാം ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന്റെ ഏറ്റവും കർത്താവ് ഏറ്റവും സ്നേഹിക്കുകയും കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് ഈ മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും കുടുംബം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു ബന്ധം എത്രയോ ശ്രേഷ്ഠമായിരുന്ന ബന്ധമാ. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു അനുഭവം. അതേപോലെ തന്നെ കർത്താവ് തിരിച്ചും കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്നതായിരുന്ന ഒരു അനുഭവം. ഇതൊരു ക്രിസ്തീയ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ്. ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ആകെ തുക എന്നുള്ളത്. കർത്താവിനെ സ്നേഹിക്കുന്നവരായിട്ട് നാം ഈ ഭൂമിയിലായിരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അപ്പോൾ തന്നെ അതിന്റെ മറുവശത്ത് കർത്താവ് നമ്മെയും സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹ ബന്ധം ദൈവമക്കളും ക്രിസ്തു ശിഷ്യരും കർത്താവും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്ന ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. ഇതാണ് നമ്മുടെ ഈ ലോക ജീവിതം കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇതാണ് ദൈവം ഓരോ ക്രിസ്തു ശിഷ്യന്റെ ജീവിതം കൊണ്ട് ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് കർത്താവിന്റെ കാലിൽ പൂശുകയാണ്. വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം, ആ വാക്കിന് വളരെയധികം വിലയുണ്ട്. കേവലം എന്തെങ്കിലും ഒരു വസ്തു അല്ല. സാധാരണ യഹൂദന്മാരുടെ ഇടയിൽ അതിഥി വന്നാൽ എന്താ ചെയ്യുന്നേ? കാല് കഴുകും. എന്തുകൊണ്ടാണ് കഴിയുന്നത്? വെള്ളം കൊണ്ട്. സാധാരണ യഹൂദന്മാരുടെ ഇടയിൽ നടക്കുന്ന പ്രവണത എന്നുള്ളത് അല്ലെങ്കിൽ പ്രക്രിയ എന്നുള്ളത് അതിഥി ഭവനത്തിലേക്ക് കടന്നു വന്നാൽ അവരുടെ കാൽ വെള്ളം കൊണ്ട് കഴുകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ മറിയ എന്താ ചെയ്തത്? വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം, കർത്താവിന്റെ അടക്കത്തിന് വേണ്ടി താൻ എടുത്തു വെച്ചിരുന്ന ആ വിലയേറിയ, ആ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുക, വിലയേറിയ, കോസ്റ്റ്ലിയ ആ തൈലം എടുത്തിട്ട് കർത്താവിന്റെ പാദത്തിൽ പൂശുകയാണ്. ആരും ചെയ്യുവാത്തതായിട്ടുള്ള ഒരു കാര്യമാണ് മറിയ ചെയ്തത്. വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറിയ കർത്താവിന് കൊടുത്തത് ഏറ്റവും വിലയേറിയ, തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും വിലയേറിയതായിട്ട് കരുതിയതും ഏറ്റവും വിലയേറിയതായിട്ട് സൂക്ഷിച്ചതുമായിരുന്ന ആ വസ്തു കൊണ്ടാണ് കർത്താവിന്റെ പാദം കഴുകുവാനായിട്ട് ഇടയായി. മാത്രമല്ല എന്തോ ചെയ്തു? ഏറ്റവും വിലയേറിയതെന്ന് മാത്രമല്ല, അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? കർത്താവിന് വേണ്ടി കൊടുത്തു. പൂർണ്ണമായിട്ട് താൻ വിലയേറിയതായി കരുതിയതായിരുന്ന, വിലപിടിപ്പുള്ളതായിരുന്ന ആ വസ്തു കർത്താവിന് വേണ്ടി കൊടുത്തു എന്ന് മാത്രമല്ല, എങ്ങനെ കൊടുത്തു? പൂർണ്ണമായിട്ട്. അത് പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി കൊടുക്കുന്ന ഒരു മറിയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന് കൊടുക്കുന്നവരാണ്. നാം കർത്താവിന് കൊടുക്കേണ്ടവരാണ്. എങ്ങനെയാ നാം കൊടുക്കുന്നത്? എന്താ നാം കൊടുക്കുന്നത്? നാം കർത്താവിനെ സ്നേഹിക്കുന്നു എങ്കിൽ നാം കർത്താവിന് കൊടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതിനെയാണ്. ഏറ്റവും വിലയേറിയതിനെയാണ്. ഏറ്റവും വിലയേറിയതിനെ എന്ന് മാത്രമല്ല, അതിനെന്ത് ചെയ്യും വേണം? പൂർണ്ണമായിട്ട് കൊടുക്കുകയും അതിനെ പൂർണ്ണമായിട്ട് കൊടുക്കുന്നവരായിട്ട് നമുക്ക് തീരുവാനായിട്ട് ഇടയായി തീരണം. നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഈ മറിയയുടെ ഒരു കാഴ്ചപ്പാടിലാണോ ഞാനും നിങ്ങളും കർത്താവിനോടുള്ള കൊടുക്കുന്ന ബന്ധത്തിൽ ഉള്ളത്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയതിനെ തന്നെയാണോ? നാം ഏറ്റവും വിലയേറിയതായി കരുതുന്നതിനെ, നാം ഏറ്റവും വിലയേറിയതിനായി സൂക്ഷിക്കുന്നതിനെയാണോ നാം കർത്താവിന് വേണ്ടി പരിപൂർണമായിട്ട് കൊടുക്കുന്നത്, അവന് വേണ്ടി അവൻ്റെ മുൻപാകെ സമർപ്പിക്കുന്നതെന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കുവാനായിട്ട്, വിചിന്തനം ചെയ്യുവാനായിട്ട് ഇടയായി തീരട്ടെ. തൻ്റെ കാലിൽ പൂശി എന്ന് മാത്രമല്ല, എന്ത് ചെയ്തു? തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. ഒരു സ്ത്രീ ഏറ്റവും പരിപാവനമായിട്ട്, ഏറ്റവും കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കുന്നത് എന്താ? അവളുടെ തലമുടിയാ. അവളുടെ തലമുടിയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവളെ കുനിഞ്ഞു ആ തലമുടി കൊണ്ട് കർത്താവിൻ്റെ പാദം തുടയ്ക്കുവാനായിട്ട് ഇടയായിപ്പോകുന്നു. എന്താ ഇത് കാണിക്കുന്നത്? ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കുന്ന, ദൈവസന്നിധിയിൽ ആ മറിയയുടെ ഹ്യൂമിലിറ്റിയാ, എന്താ പറയുക,
മറിയയുടെ താഴ്മയുടെ സ്വഭാവത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവിന്റെ സന്ധിയിൽ താഴ്മ വെളിപ്പെടുത്തുന്നതായിരുന്ന ഒരു മറിയ, ഏറ്റവും വിലയേറിയതായി താൻ കരുതുന്നതായിരുന്ന, ഏറ്റവും വിലയേറിയതായി താൻ സൂക്ഷിക്കുന്നതായിരുന്ന ആ തൻ്റെ തലമുടി കൊണ്ട് കർത്താവിൻ്റെ പാദത്തിൽ കുനിഞ്ഞ് ആ പാദം തുടയ്ക്കുന്ന ഒരു മറിയയെ കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി തനിക്ക് ഏറ്റവും വിലയേറിയതിനെ പരിപൂർണമായിട്ട് കൊടുത്തു എന്ന് മാത്രമല്ല, ദൈവസന്നിധിയിൽ താണിരിക്കുന്നതായിരിക്കുന്ന, ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കുന്നതായിരിക്കുന്ന ഒരു മറിയയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് എത്രയോ അധികം പ്രസാദിക്കുന്ന ഒരു ജീവിതമാണ് പ്രിയപ്പെട്ടവരെ ഇത്. ഓരോ ദൈവ പൈതലിനെ കുറിച്ചും ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ, ദൈവം എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ആക്കിയിരിക്കുമ്പോൾ, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മിൽ നിന്ന് നിശ്ചയമായും വെളിപ്പെടേണ്ടത് ഈ നിലയിലുള്ളതായിരുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണ്, ഈ നിലയിലുള്ളതായിരുന്ന ഒരു സമർപ്പണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. കർത്താവിന് ഏറ്റവും വിലയേറിയതിനെ പൂർണ്ണമായിട്ട് നൽകുന്നവരാണ്. നാലാമതായിട്ട് ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 4-ാം വാക്യത്തില് അതിന് മുമ്പൊരു കാര്യം കൂടെ, തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് എന്ത് ചെയ്തു? വീട് നിറഞ്ഞു. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് ആ വീട് നിറയുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൾ ചെയ്തതായിരിക്കുന്ന ആ ഒരു ശുശ്രൂഷ മുഖാന്തരം അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകൾക്കും അത് അനുഭവിക്കുവാനായിട്ട്, മുഴുവൻ ആളുകളുടെ മുൻപാകെ അവൾ ചെയ്തായിരുന്ന ശുശ്രൂഷ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 4-ാമത്തെ കാര്യം, എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കറിയോത്താവ് എന്താ പറഞ്ഞേ? ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്തും എന്ന് പറഞ്ഞു. ഈ തൈലം 300 വെള്ളിക്കാശ്. 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ആണോ? കർത്താവിന് ഒറ്റി കൊടുത്ത എത്ര വെള്ളിക്കാശാ? 30 വെള്ളിക്കാശ് കൊടുത്തു. മറിയ കർത്താവിന്റെ പാദത്തിങ്കൽ അർപ്പിച്ച വെള്ളിക്കാശിന്റെ വലിപ്പം എത്രയാ? 300 വെള്ളിക്കാശ് വിലയുള്ളതായിരിക്കുന്ന, അവനതിന്റെ ഇത് ചെയ്തു, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇസ്കറിയോത്താ യൂദാ ആ തൈലത്തിന്റെ വാല്യൂ കണക്ക് കൂട്ടി. 300 വെള്ളിക്കാശ് വിലയുള്ളതായിരുന്ന ഈ തൈലം വിറ്റിട്ട് ആർക്ക് കൊടുക്കണമായിരുന്നു? ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നില്ല. ഈ പാഴ്ചെലവ് എന്തിനാ? അവന്റെ ദൃഷ്ടിയിൽ ഇതെന്താ? ഒരു പാഴ്ചെലവാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നിലയിലുള്ള അനുഭവം ഇന്നും വ്യക്തി ജീവിതങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ക്രിസ്തീയ സമൂഹങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിൽ ഈ ഒരു മനോഭാവത്തോടുകൂടെ ഒരു ദൈവ പൈതൽ, ഒരു ക്രിസ്തു ശിഷ്യൻ ആയിരിക്കുവാനായിട്ട് പാടുള്ളതല്ല. എന്താ അതിന്റെ കാരണം കൂടെ ഉണ്ട്. അവനത് പറയാനുള്ള കാരണം കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? അവൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണോ? ഇല്ല. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല. അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകയാൽ, അടുത്തത്, അതിലിട്ടത് എടുത്തു വന്നത് കൊണ്ടും അത്രേ എന്ന് പറഞ്ഞു. പണസഞ്ചി ആരുടെ കയ്യിലാ? ഇവന്റെ കയ്യില. ഇവന് ആത്മാർത്ഥത ഉണ്ടായിട്ടൊന്നും അല്ല. മറിയോട് ആ കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അവനെന്താ ഈ മറിയോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല, ഈ വാല്യൂവിന്റെ വിലയുടെ ഈ എന്താ പറയുന്ന വലിപ്പം കൊണ്ടല്ല. അവനൊരു കാഴ്ചപ്പാടാണ്. അപ്പോഴും കണ്ടു ഇത് ഇതിനകത്ത് വരികയായിരുന്നെങ്കിൽ ആർക്കുള്ളതാ? എന്താ പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവം ഇന്നും കാണുവാനായിട്ട് സാധിക്കും. നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ ഒക്കെ മധ്യത്തിൽ ഈ അനുഭവങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവജനമേ, ഞാൻ ദൈവത്തിന് കൊടുക്കുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, മറ്റുള്ളവർ അതിന്റെ കണക്കെടുക്കേണ്ടതായിരുന്ന കാര്യമില്ല. എനിക്കും നിങ്ങൾക്കും ദൈവം തന്ന ഏറ്റവും വലിയതിനെ, ഏറ്റവും വില കൂടിയതിനെ പരിപൂർണമായിട്ട് കർത്താവിന് വേണ്ടി കൊടുക്കുന്നു എങ്കിലാണ് കർത്താവ് അത് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് പ്രസാദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. കർത്താവിന് കൊടുക്കുന്നത് ഒരിക്കലും ഒരു പാഴ്ചെലവാണ് എന്ന് ചിന്തിക്കുവാനായിട്ട് സാധ്യമല്ല. എത്രയോ വലിയ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നൊരു കാര്യമാണ് ഈ ബഥാന്യയിലെ കുടുംബത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ ഉത്സുകയായിരിക്കുന്ന, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതിൽ
ഉത്സുകയായിരിക്കുന്ന ഒരു മാർത്തയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവജനമേ, പ്രിയ സഹോദരിമാരെ, പ്രിയ സഹോദരന്മാരെ, ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ അത് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നാം ഉപയോഗിക്കുമെങ്കിൽ കർത്താവ് നമ്മെ ആദരിക്കും, കർത്താവ് നമ്മെ മാനിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ നാളുകളിൽ ആ നിലയിൽ ഏർപ്പെട്ടതായിരിക്കുന്ന, ആ നിലയിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്താർന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആദരിച്ചിട്ടുണ്ട്, ദൈവം മാനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുൻപിൽ ദൃഷ്ടാന്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല, ലാസറിനെ പോലെ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നിരന്തരം വസിക്കുവാനായിട്ട്, കർത്താവിൽ നിന്ന് കേൾക്കുവാനായിട്ട്, കർത്താവിനോട് ചേർന്ന് സംസാരിക്കുവാനായിട്ട് ഉള്ള ആ ഒരു വെമ്പലോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കായിരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. മാത്രമല്ല, മറിയയെ പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലുതിനെ, ഏറ്റവും വില കൂടിയതിനെ പൂർണ്ണമായിട്ട് കർത്താവിന് കൊടുക്കുവാനായിട്ട് നമുക്കിടയായിത്തീരണം. ആ നിലയിൽ നമ്മുടെ ജീവിതം ആയിത്തീരുമെങ്കിൽ ദൈവം നമ്മെ ആദരിക്കും, ദൈവം നമ്മെ മാനിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലാത്ത വസ്തുതയാണ്. 3 നിലകളിൽ നമുക്ക് കർത്താവിനെ ആദരിക്കുവാനായിട്ട്, കർത്താവിനെ ബഹുമാനിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഓടിച്ചു പറയട്ടെ. 1, നമ്മുടെ ഭവനത്തിൽ കർത്താവിന് വേണ്ടി നമുക്ക് ശുശ്രൂഷ ചെയ്ത് കർത്താവിനെ ബഹുമാനിക്കുവാനായിട്ട് സാധിക്കും. അനവധി സന്ദർഭങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനത്തിൽ വരുന്ന ദൈവജനത്തെ, നമ്മുടെ ഭവനത്തിൽ വരുന്ന ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്നതിലൂടെ നമുക്ക് കർത്താവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. തീർന്നില്ല, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കർത്താവിനെ ബഹുമാനിക്കുവാനായിട്ട് ഇടയായിത്തീരും. 3, നമുക്ക് ലഭിക്കുന്നതായിരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ, നമുക്ക് ലഭിക്കുന്നതായിരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് കർത്താവിനെ ബഹുമാനിക്കുവാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക സാഹചര്യത്തിന് വേണ്ടി നാം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ എവിടെ വെച്ച് കർത്താവിനെ ബഹുമാനിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ ആദരിക്കുവാനായിട്ട് നമുക്ക് അവസരം ലഭിക്കുന്നുവോ അവിടെ വെച്ച് ആ കർത്താവിനെ ബഹുമാനിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. ഈ ബഥാന്യയിലെ ഭവനം നമുക്കൊരു മാതൃകയായിട്ട് ഇരിക്കുന്ന ഒരു ഭവനമാണ്. കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിൽ, കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിൽ, കർത്താവിന്റെ കൂട്ടായ്മയിൽ വസിക്കുന്നതിൽ ഇവർ മുൻപന്തിയിൽ നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഒന്ന് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ഈ നിലയിലുള്ള കുടുംബങ്ങളായിട്ട്, ഈ നിലയിലുള്ള വ്യക്തി ജീവിതങ്ങളായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം വരും ദിവസങ്ങളിൽ നയിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇടയവനായിരുന്ന അടിയനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. അവന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.